friends, I'm your Daksha Vijin. Welcome back to my channel. Welcome back to my new video. നമ്മളെല്ലാം മൈസൂർ സൂവിലാണ്. നമ്മളിപ്പോൾ എൻട്രൻസിലാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈസൂർ സൂവിൽ നിന്നാണ്. ഏകദേശം 130 years മുൻപെയാണ് ഈ സൂ സ്റ്റാർട്ട് ചെയ്തത്. വൈൽഡ് ആനിമൽസിൻ്റെയും ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെയും സ്നേക്സിൻ്റെയും ബേർഡ്സിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഏകദേശം 157 ഏക്കറിലാണ് ഈ സൂ ഉള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സ്. എന്ത് രസമല്ലേ കാണാൻ. നല്ല നീറ്റ് ആൻഡ് ഡീസൻറ്റ് സ്ഥലത്താണ് ഇവരെ താമസിപ്പിച്ചത്. നമ്മുടെ കർണാടക ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ മൈസൂർ സൂവിൽ പോയത്. പെർ ഹെഡ് 100 rupees ടിക്കറ്റ് ഫെയർ കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും സൂവിൽ കയറാം. കുട്ടികളുടെ ടിക്കറ്റിന് ഡിസ്കൗണ്ടും ഉണ്ട്. See, it's a wild animal area. വലിയൊരു ചീറ്റപ്പുലി ഇരിക്കുന്നത് കണ്ടോ? ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട് ഇവിടെ. See, it's a giraffe. ലോകത്തിലെ ഏറ്റവും നീളമുള്ള കഴുത്തുള്ള ജീവി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇറ്റ്സ് എ പ്യുവർ വെജിറ്റേറിയൻ. മീറ്റൊന്നും ജിറാഫ് കഴിക്കാറില്ല. ഏകദേശം 3 കിലോമീറ്ററോളം ഈ പാർക്കിൽ നടന്ന് കാണാനുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇലക്ട്രിക് വെഹിക്കിൾസും ഉണ്ട്. അത് വേണ്ട ആളുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ബട്ട് സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ ഞങ്ങൾ നടന്നാണ് പോയത്. ഗൊറില്ല. ഇതിവിടുത്തെ ഗൊറില്ലയാണ്. ഇവന്റെ കുസൃതി കാണാൻ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. സൂവിൽ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തു. കണ്ടോ, ഒരുപാട് മാനുകളുണ്ട് ഇവിടെ. നമ്മളെ പുള്ളിമാൻ. ചിലതിനതാ അതിന് കൊമ്പുണ്ട്. ആണോ കൊമ്പുള്ള ചെറുതായിട്ട് പെണ്ണ്. ആ മാനെ കണ്ടോ? അതാണോ പറഞ്ഞു കേട്ടത്. ഏകദേശം 20 to 30 years ആണ് ഇവരുടെ ആയുസ്. എപ്പോഴും കൂട്ടം കൂട്ടായിട്ടാണ് നടക്കുന്നത്. ഫ്രണ്ട്സ് കണ്ടോ, ആഫ്രിക്കൻ എലിഫന്റ്സിന്റെയും ഇന്ത്യൻ എലിഫന്റ്സിന്റെയും ഒരുപാട് കൂട്ടമുണ്ട് ഇവിടെ. എന്ത് വലിപ്പല്ലേ ഈ ആനകളെ കാണാൻ. ഇതിവിടെ ഉള്ള ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിൻ ആണ്. നടന്ന് ക്ഷീണിച്ചു വരുന്ന ആളുകൾക്ക് സംസാരിക്കാനും റെസ്റ്റ് എടുക്കാനും ഉള്ള ഒരു സ്ഥലം. സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കുൽഫി വാങ്ങിച്ച് നമ്മൾ പോവാൻ കേട്ടോ. അപ്പൊ നമ്മൾ എക്സിറ്റിലെത്തി. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ കർണാടകയിലെ അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.